മതം പറഞ്ഞു കപ്പൽ, നമ്മൾ പലതരത്തിലും ഈ മതത്തെ ചൊല്ലിയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കപ്പലുകൾക്ക് മതമുണ്ടോ? എന്താ സംഭവം? മതം പറഞ്ഞാലേ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളെങ്കിൽ അത് ചെയ്തല്ലേ നിവൃത്തിയുള്ളൂ. അതായത് ഈ വിമാനങ്ങൾ റഡാറുകളിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ തന്നെ കപ്പലുകളും അവരുടെ GPS സ്ഥാനം, അതായത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു കപ്പൽ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കടലിലൂടെ ഒരു കപ്പൽ പോകുമ്പോൾ ആ കപ്പലിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അതിനെ തിരിച്ചറിയാനായിട്ട് ഈ കപ്പലുകൾ ഒരു സിഗ്നൽ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു അപകടം ആ കപ്പലിനുണ്ടാകുമ്പോൾ ജീവൻ രക്ഷാർത്ഥവും SOS മെസ്സേജ് എന്നാണ് പറയുക. അപ്പോഴും ഇതേപോലെ ഒരു സന്ദേശം പുറപ്പെടുവിക്കും. അപ്പോൾ ഇത്തരത്തിൽ സന്ദേശം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹൂത്തി ആക്രമണങ്ങൾ സാർവത്രികമായല്ല സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചുവന്ന കടലിൽ കപ്പലുകൾ യാത്ര ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം വന്നേക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഓൾ ചൈനീസ് ക്രൂ എന്നർത്ഥമാക്കുന്ന സന്ദേശം, അതായത് കപ്പലിലുള്ളവരെല്ലാം ചൈന സ്വദേശികളായ ജീവനക്കാരാണ്. അതായത് ഹൂത്തികൾ നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു, അതായത് ചൈനയുടെ കപ്പലുകളെ അവരെ ആക്രമിക്കില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു രക്ഷാമാർഗം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുകൂടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നിർണായകമായ സാധനം, ഓൾ ക്രൂ മുസ്ലിം. ഇതിലെ കപ്പലിലെ ജീവനക്കാരെല്ലാം മുസ്ലിങ്ങളാണ്. ഇത്തരത്തിൽ ഉള്ള സന്ദേശം പ്രക്ഷേപണം ചെയ്തുകൊണ്ട് കപ്പലുകൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഗതികേട് അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഹൂത്തികളുടെ ഇപ്പോഴത്തെ പ്രഖ്യാപിത നിലപാട് ഇസ്രയേലിലേക്ക് ഉള്ള ചരക്ക് നീക്കം അല്ലെങ്കിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ടുള്ള കപ്പലുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചരക്കുകളോ പോകാൻ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ്. അവർ ആ കപ്പലുകൾ അവരുടെ ശത്രുക്കളായിട്ട് കാണും, അതിനെ വേട്ടയാടും എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ചുവന്ന കടലിലും അറബിക്കടലിലും ഏതൻ കടലിടുക്കിലും അവർ ആ രീതിയിൽ നിലപാടെടുക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഈ ചുവന്ന കടലിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. അതിൻ്റെ കപ്പലിൻ്റെ പേര് മാജിക് സീസ് എന്നാണ്. അതിലെ ജീവനക്കാരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷേ ആ കപ്പൽ ഈ ഹൂത്തി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിപ്പോയി. കാര്യം ആ കപ്പലിന് നേരെ ഏതോ റോക്കറ്റോ മറ്റോ അയക്കുകയും ചെയ്തു. ആളില്ലാ ബോട്ടുകൾ അയച്ചു. അപ്പോൾ കപ്പലിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു ദ്വാരം ഉണ്ടാവുകയും അതിലേക്ക് വെള്ളം കയറുകയും അങ്ങനെയാണ് ആ കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്തത്. പിന്നെ മറ്റൊരു കപ്പൽ എറ്റേണിറ്റി സി എന്ന് പറയുന്ന ഒരു കപ്പൽ, അതിന് നേരെ ആക്രമണം ഉണ്ടായി. അതിൽ 26 പേരുണ്ടായിരുന്നു. അതിൽ 11 പേരെ കാണാതായി. 6 പേർ ഹൂത്തികളുടെ പിടിയിലാണ്. 10 പേരെ രക്ഷപ്പെടുത്തി. UN-ൻ്റെ രക്ഷാപ്രവർത്തകർക്ക് ഇവരെ ഈ കടലിലൊഴുകി നടക്കുന്ന നിലയിലാണ് അവരെ കണ്ടെത്താൻ സാധിച്ചത്. അവരെ രക്ഷപ്പെടുത്തി. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഭീതി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി ചില കണക്കുകൾ കൂടിയുണ്ട്. ഈ ഏതൻ കടലിടുക്ക് വഴി ഇപ്പോൾ കപ്പൽ ഗതാഗതം കഴിഞ്ഞ 10-ാം തീയതിയിലെ കണക്ക് 32 കപ്പലുകളാണ് ആ ഭാഗത്തുകൂടി കടന്നു വരുന്നത്. എന്നാൽ തൊട്ട് മുമ്പുള്ള ദിവസം 43 ഈ ഹൂത്തികൾ അവിടെ ആക്രമണം തുടങ്ങിയത് ഏതാണ്ട് 2023 തൊട്ട് ഇങ്ങോട്ടുള്ള കാലയളവിലാണ്. ഈ 2023 ആ സമയത്ത് പ്രതിദിന കപ്പലുകളുടെ യാത്ര ഏതാണ്ട് 79 അതാണ് ഇപ്പോൾ ഏതാണ്ട് പകുതിയായിട്ട് കുറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ചുവന്ന കടൽ അല്ലെങ്കിൽ ഏതൻ കടലിടുക്കെന്ന് പറഞ്ഞാൽ ചരക്ക് ഗതാഗതത്തിനും എണ്ണ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്നത് ഇസ്രയേലിനെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളെയും ബാധിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് കപ്പൽ ഗതാഗതം നടത്തുന്നത്. നേരത്തെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും അല്ലെങ്കിൽ അവിടെ സൈനിക ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇതേ തന്ത്രം തന്നെ കപ്പലുകൾ സ്വീകരിച്ചിരുന്നു. അതായത് ചൈനയിൽ നിന്നുള്ള ചൈനയിലേക്കുള്ള കപ്പലാണ് അല്ലെങ്കിൽ റഷ്യയിലേക്കുള്ള കപ്പലാണ്, ഇസ്രയേലുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്ന സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ കപ്പലുകൾ നിർബന്ധിതരായിരുന്നു. അപ്പോൾ സമാനമായൊരു സാഹചര്യം ഇവിടെയും ഉണ്ടായി. ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേൽ ഹൂത്തികൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നു, അവർ പ്രത്യാക്രമണം നടത്തുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന കപ്പൽ ഗതാഗതത്തിൻ്റെ ചെലവ് വല്ലാണ്ട് കൂട്ടിയിട്ടുണ്ട്. അതായത് ഷിപ്പിംഗ് വാർ റിസ്ക് പ്രീമിയം എന്ന് പറയും. ഈ കപ്പലുകൾ ആക്രമിക്കപ്പെടാനോ നശിപ്പിക്കപ്പെടാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകണമല്ലോ. അപ്പോൾ അത് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് 0.3% അതായത് ഒരു കപ്പലിൻ്റെ അതിൻ്റെ ചരക്ക് ഉൾപ്പെടെയുള്ള മൊത്തം മൂല്യത്തിൻ്റെ 0.3% മുൻപത്തെ നിരക്ക്. പക്ഷേ ഇതിപ്പോൾ അപകടം എപ്പോൾ വേണേലും സംഭവിക്കാമെന്നുള്ള പ്രതീതി ഉള്ളതുകൊണ്ട് തന്നെ ആ നിരക്ക് 0.7%, പകുതിയിൽ കൂടുതൽ, ഇരട്ടിയിൽ കൂടുതൽ വർദ്ധിച്ചു. അപ്പോൾ ഈ 0.7% എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു നിസ്സാര തുകയായിട്ട്
നമ്മൾ പെട്ടെന്ന് ധരിച്ചേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു കപ്പൽ തന്നെ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ഒരു വസ്തുവാണ്. അതിലുള്ള ചരക്കിനും അതിൻ്റേതായ മൂല്യമുണ്ട്. ഒരു കപ്പൽ കുറഞ്ഞ പക്ഷേ ഒരു 1000-2000 കോടി രൂപയുടെ ഒരു ചരക്കുമായിട്ടായിരിക്കും പോകുന്നത്. പിന്നെ കപ്പലിൻ്റെ മൂല്യം കൂടി കണക്കാക്കുമ്പോൾ ഈ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുമ്പോൾ വലിയൊരു ഭാരിച്ച തുകയാകും. അപ്പോൾ ഇത്തരം വലിയൊരു പ്രതിസന്ധി ഈ ചുവന്ന കടലിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ UN ഐക്യരാഷ്ട്രസഭ ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്കായാലും ശരി, പിന്നെ ഏതൻ കടലെടുക്കായാലും ശരി, അവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും വെക്കാൻ പാടില്ലാത്ത കടലെടുക്കുകളാണ്. മറ്റേത് രാജ്യങ്ങളുടെയും കപ്പലുകൾ അതിൽ കൂടി സുഗമമായി സഞ്ചരിക്കണം. അതാണ് UN ട്രീറ്റിയിൽ പറയുന്നത്, ഉടമ്പടിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതിനെ ശക്തമായി ഐക്യരാഷ്ട്രസഭ അപലപിച്ചിട്ടുണ്ട്. അതിന് UN തന്നെ സ്വന്തമായ രക്ഷാസേനകളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ അതിലൂടെ ഈ റെഡ് സീയിലൂടെ ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലുകൾ ഇപ്പോഴും അവർ സുരക്ഷാ ഗാർഡുകൾ അടക്കം വെച്ചുകൊണ്ട്, അതായത് സൈനികരുണ്ടാകും ഓരോ കപ്പലുകളിലും, തോക്കേന്തിയ സൈനികർ. അത് മുൻകാലങ്ങളിലൊക്കെ ഈ കപ്പൽ കൊള്ളക്കാരെ നേരിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഹൂത്തികളെ പേടിച്ചും ഈ പറയുന്ന പോലെ സുരക്ഷാ ഗാർഡുകളെ വെച്ചുകൊണ്ട് കപ്പലുകളെ, അതും അവർ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അത് സന്ദേശം. അതായത് ഗാർഡ് ഓൺ ബോർഡ്, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ കപ്പലിലുണ്ട് എന്നുള്ള സന്ദേശം അടക്കം പ്രക്ഷേപണം ചെയ്തുകൊണ്ട് കപ്പലുകൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഹൂത്തികൾ ഇത്തരത്തിൽ ഇസ്രയേൽ ഇറാനിൽ നടത്തിയ സൈനിക നടപടിക്ക് പകരം ചോദിക്കൽ മാത്രമല്ല ഹൂത്തികളുടെ ഉദ്ദേശം. ഇസ്രയേൽ ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇസ്രയേലിനെ ഏതെങ്കിലും തരത്തിലൊന്ന് സമ്മർദ്ദത്തിലാക്കാൻ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു സംഗതി കൂടി ഉണ്ടായി. ഈ ഹൂത്തികൾ ഇസ്രയേലിൻ്റെ ഒരു എയർപോർട്ടിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി. അത് വിജയകരമായി എന്നൊക്കെയാണ് അവരുടെ അവകാശവാദം. അപ്പോൾ അതിനെ ഇസ്രായേൽ സേന ഫലപ്രദമായി പ്രതിരോധിച്ചു. അപ്പോൾ അവർ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെയാണ് ഹൂത്തികളും കടക്കുന്നത്. ഇസ്രായേൽ വെറുതെ ഇരുന്നൊന്നുമില്ല. അവരുടെ ഈ ഹൂത്തികൾ അവരുടെ കേന്ദ്രങ്ങളാക്കി കണക്കാക്കുന്ന പല തുറമുഖങ്ങളിലേക്കും ഇസ്രായേൽ സേനയും വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഹൂത്തികൾ അവരുടെ കൈവശം വെച്ച് അവരുടെ നിരീക്ഷണ സംവിധാനമാക്കി ഉപയോഗിച്ചിരുന്ന ഒരു കപ്പലടക്കം ഇസ്രായേൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവരെയും, അതായത് ഹൂത്തികളെ ഇനി വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഇറാനിൽ നടത്തിയ സൈനിക നടപടിയുടെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഹൂത്തികളുടെ ആക്രമണം. കാര്യം ഇറാൻ അവരിനി നേരിട്ട് ഒരു സൈനിക നടപടിയിലേക്ക് പോയാൽ മറ്റൊരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. പകരം അവർ ഈ പ്രോക്സി വാർ, അതായത് നിഴൽ യുദ്ധം, മറ്റ് സായുധ സംഘങ്ങൾ, ഇപ്പോൾ ഹമാസ് ഉണ്ട്, ഹൂത്തികളുണ്ട്, അതേപോലെയുള്ള സായുധ സംഘങ്ങൾക്കൊക്കെ പരമാവധി സഹായങ്ങൾ എത്തിച്ചു കൊടുത്ത് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൂടെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഈ ചുവന്ന കടലിൽ കാണുന്ന ഈ പ്രശ്നങ്ങളൊക്കെ.